ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് വഴുതനങ്ങ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനി കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറ ഇളകി പോകാനാണ്. ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ അതിൻ്റെ കറ ഇതുപോലെ ഇളകി കിട്ടിയിട്ടുണ്ട്. അത് 2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളിയുടെ അല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് പൊടിച്ചത്, ഇത്രയും സാധനങ്ങൾ എടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. നന്നായി ചൂടായതിന് ശേഷം ഈ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് കൂട്ടി ഇളക്കുക. ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുന്നത് വരെയും വഴറ്റാം. ഇപ്പോൾ അത് നന്നായിട്ട് ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ വഴുതനങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടും. കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ആ വഴുതനങ്ങയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഈ വഴുതനങ്ങ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് കൂട്ടി ഇളക്കിയതിന് ശേഷം ഒന്ന് പൊത്തി വയ്ക്കുക. മൂടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവിവെള്ളം വീഴുമ്പോൾ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് മൂടാതെ അങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് തുറന്ന് വെച്ച് ആവി കയറ്റുക. വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് നോക്കുക. ഇളക്കി നോക്കിയപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ട. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരെയും ചെയ്ത് നോക്കുക. Thank you.